ലോർഡ്. പ്രിയ ദൈവത്തിന്റെ ക്ഷണമേ, ഇന്ന് നീ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? നിന്റെ കണ്ണുനീരിനെ കർത്താവ് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. യശയ്യാപ്രവാചകന്റെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പ്രവാചകൻ ദൈവത്താൽ ഉളവായ ചില വീര്യപ്രവർത്തികളെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. താൻ പറയാണ്, അത്ഭുതകരമായി പണ്ടേയുള്ള ആലോചനകളെ ദൈവം വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അത് നിവർത്തിച്ചിരിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ? അതിനെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുകയാണ്: നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാത്തവണ്ണം ആക്കി തീർത്തു. നോക്കിക്കേ, ഇവിടെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തികളിൽ സ്വന്തം ദൈവത്തെ ഭയപ്പെടാത്ത ജനമുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചില അടയാളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നഗരത്തെ ദൈവം കൽകുന്നാക്കി, ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യമാക്കി കളഞ്ഞു. എന്നിട്ട് അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാത്തവണ്ണം ദൈവം ആക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പണ്ടേയുള്ള അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രവാചകൻ ഈ അധ്യായത്തിൽ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്തോത്രം, ഭയങ്കരന്മാരുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് ഉളവാകുന്ന പ്രതിസന്ധികളുണ്ട്. പ്രൈസ് ലോർഡ്. ഭയങ്കരന്മാർ നിമിത്തമുള്ള പ്രതിസന്ധികളെ കുറിച്ച് ഇവിടെ പ്രവാചകൻ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഭയങ്കരന്മാരുടെ നഗരത്തെയാണ് ദൈവം ശൂന്യമാക്കി തീർത്തെന്ന് താൻ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. നോക്കിക്കേ, ഭയങ്കരന്മാരുടെ ചീറ്റിൽ ദൈവത്തെ ഭയപ്പെടുന്ന ജനത്തിനു വേണ്ടി, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി വിരോധമായി നിൽക്കുമ്പോൾ ദൈവം ആ സമയങ്ങളിൽ എളിയവനൊരു ദുർഗമാണ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, കഷ്ട ദിവസത്തിൽ ഒരു കോട്ടയായി, കൊടുങ്കാറ്റിൽ ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിട്ട് ദൈവം നിൽക്കുകയാണ്. സ്തോത്രം. ഭയങ്കര ജാതി, ഭയങ്കരമായ സ്തോത്രം പ്രവർത്തികളെ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികൾ ഉള്ളപ്പോഴും ഈ ജാതി ദൈവത്തെ ഭയപ്പെടത്തക്കവണ്ണം അത്ഭുതകരമായ ചില പ്രവർത്തികൾ കർത്താവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്: അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും, ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. ബലമുള്ള ജാതി ദൈവത്തെ മഹത്വപ്പെടുത്തക്കവണ്ണം കർത്താവ് ചില പ്രവൃത്തികൾ ചെയ്യുകയാണ്. സ്തോത്രം. അതിന് 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നോ നീക്കിക്കളയുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ വാഗ്ദത്തത്തിന്റെ മുൻപിൽ, ആ വചനത്തിന്റെ മുൻപിൽ ആമേൻ പറയുവാൻ കഴിയും? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. കർത്താവ് സദാകാലത്തേക്കും മരണത്തെ നീക്കിക്കളഞ്ഞു. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിന്റെ ക്ഷണമേ, ഇന്ന് നീ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? നിന്റെ കണ്ണുനീരിനെ കർത്താവ് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും അത് കർത്താവിന്റെ തുരുത്തിയിലുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവം സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരിനെ തുടയ്ക്കും, തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ദൈവമക്കളോടുള്ള ഒരു ദൈവിക വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തെ കർത്താവ് ഉറപ്പിക്കുകയാണ്, യഹോവയാണ് അരുളി ചെയ്തത്. അതുകൊണ്ട് സ്തോത്രം, ഭൂമി മാറിയാലും, ഹല്ലേലൂയ, ആകാശം മാറിയാലും, സ്തോത്രം, ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിന് ഒരു മാറ്റവുമില്ല. കർത്താവിയുടെ അരുളി ചെയ്യുകയാണ്, സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരിനെ തുടയ്ക്കും. എല്ലാ നിന്നെയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയും. തന്റെ ജനത്തിൽ നിന്ന് ആ സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയും. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.